എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. മറന്നു പോകുന്നില്ലല്ലോ കുര്യാക്കോസ്. നിങ്ങളെ കുര്യാക്കോസ് എന്ന് വിളിക്കാൻ നിങ്ങളെക്കാളും 100% ഞാൻ പ്രായം കൂടുതലൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യാൻ വന്നതിൽ അങ്ങേയറ്റം ഖേദിക്കുന്നു. വളരെ സങ്കടമുണ്ട്. നിങ്ങൾ ജന്മം കൊടുത്ത ആ മോളുടെയും അവിടെ 2 കുട്ടികളുടെയും ആ മുഖം എൻ്റെയും ഈ സമൂഹത്തിൻ്റെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല കുര്യാക്കോസ്. അതിൽ ആ മകളുടെ ഭർത്താവും ആ ഭർത്താവിൻ്റെ കാലനായ അച്ഛനും ഒപ്പം നിങ്ങളും ഇതിനെല്ലാം ഒരിക്കൽ കണക്ക് പറയേണ്ടി വരും. നിങ്ങൾ വളരെ അനായാസം പറയുകയുണ്ട്. നിങ്ങൾക്കതിലൊരു ഫീലിങ്സ് ഉള്ളതുപോലെ ആ ദിവസങ്ങളുടെ നിങ്ങളുടെ പ്രതികരണവും നിങ്ങളുടെ ബോഡി ലാംഗ്വേജും വെച്ച് നോക്കുമ്പോൾ ഒരു ഭാവവ്യത്യാസവും നിങ്ങളുണ്ടായില്ല. ഒരു മാധ്യമ പ്രവർത്തനം കേട്ടു, നിങ്ങളുടെ മക്കളെ കുറിച്ച് അവർ പിന്നെ പോണ്ടായോ, അവിടെ കൊച്ചുകൾ തനിച്ചല്ലയോ? ഇതാണോ ഒരു തന്തയായിട്ടിരുന്നുകൊണ്ട് തങ്ങൾ പറയേണ്ടത്? ഒന്ന് മനസ്സിലായി, താങ്കൾ ഈഗോയുടെയും അഹങ്കാരത്തിൻ്റെയും ഒരു പ്രതീകമാണ്. നിങ്ങൾ നിങ്ങളുടെ ഇന്നലകളെക്കുറിച്ച് മറിച്ചില്ല. നിങ്ങൾക്ക് ശകലമെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ആ മോൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് എതിരായിട്ട് നിങ്ങൾ കേസ് കൊടുക്കുമായിരുന്നു. നിങ്ങൾ പരാതിപ്പെട്ടിരുന്നു. അവർ വന്ന് കാര്യമായി ഒന്നുമില്ല, ഈവൻ ദോ താങ്കൾ പറഞ്ഞു ഞാൻ ഇതിനും മുകളിലേക്ക് പോകും. എനിക്ക് ഉണ്ട് മക്കളും പേരക്കിടാങ്ങളും. അവർ ഒരു പക്ഷേ എന്നോട് നേരിട്ട് ചോദിച്ചില്ലെങ്കിലും അവർ ചോദിക്കാം, പപ്പ ഇങ്ങനെ ഉണ്ടോ, ഗ്രാൻഡ് ഫാദറും അച്ഛനും ഉണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. താങ്കൾ തകർത്ത് കളഞ്ഞത് ഞങ്ങളെപ്പോലുള്ളവരുടെ ഒരു മനസ്സിനെയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ സാധിച്ചു? യഥാർത്ഥത്തിൽ നിങ്ങളൊന്നും നിങ്ങളുടെ മോൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അത് ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, രണ്ടും കണക്ക് തന്നെയാണ്. താങ്കളും കണക്കാ, താങ്കളുടെ വിവാഹം വഹിച്ചു കൊടുത്ത ആ കുടുംബത്തിൽ അവരും കണക്കാ. ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ സ്വന്തം പേരക്കിടാങ്ങളുമായി വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അവർ പാവം ചെയ്തിരുന്ന പണി വരെ നിങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞില്ലേ? ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ, നിങ്ങളുടെ വീടിൻ്റെ 4 ചുറ്റും നിങ്ങൾ അന്തിയുറക്കുന്ന ആ മുറിയിലും ആ കുട്ടികളുടെ ആത്മാക്കൾ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ആ കുട്ടികളുടെ മുഖം നിങ്ങൾക്ക് യക്ഷികളുടെ മുഖമായേ തനിക്ക് തൻ്റെ കുടുംബങ്ങൾക്കും കാണാൻ പറ്റൂ. ശപിക്കുകയില്ല, അത് യാഥാർത്ഥ്യമാണ്, അതൊരു സത്യമാണ്. താൻ ചെയ്ത തെറ്റിന് താൻ ഒരിക്കലും മാപ്പ് അർഹിക്കുന്നില്ല. താൻ സ്വയം പ്രാർത്ഥിക്കുക, ഈശ്വരനോട് ചെയ്ത തെറ്റിന് ചോദിക്കുക. ഒരു കുമ്പസാരക്കൂട്ടിൽ പോയി പറഞ്ഞ് ആ പട്ടക്കാരൻ തനിക്കൊന്നും പ്രായശ്ചിത്യം ചെല്ലാനുള്ള ഒന്നും പറഞ്ഞു തരില്ല. പറഞ്ഞാൽ തന്നെ തനിക്ക് പ്രായശ്ചിത്യം വരില്ല. ഇത്ര തരം താഴ്ന്നു പോണ ഒരു തന്തപ്പടി ആയിരിക്കരുതായിരുന്നു. ഒപ്പം നിങ്ങളുടെ ഭാര്യയും. നമ്മളെല്ലാം ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. തനിക്കെങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാൻ സാധിച്ചു? ഇനിയെങ്കിലും താനിങ്ങനെ കാണിക്കരുത്. ഞങ്ങളും ഈ ലോകത്ത് തന്നെപ്പോലുള്ള ഒത്തിരി അച്ഛന്മാരും വലിയപ്പന്മാരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ താങ്കൾ കാട്ടിക്കൂട്ടിയ ആ വികൃതിത്തരങ്ങൾ
ഇതുവരെയായി മറ്റാരും കാണിച്ചിട്ടില്ല. നാണം തോന്നുന്നു. തൻ്റെ വീട്ടിൽ പടങ്ങൾ കാണുമല്ലോ, സന്ധ്യാനാമം ചെയ്യുന്നതും ഒക്കെ കാണുമല്ലോ. ആ മുന്നിൽ നിന്ന് ഒന്ന് ചിന്തിക്കുക, താൻ കാട്ടിയത് നല്ലതാണെന്ന്. തികച്ചും പോഴത്തരം. ഇനിയെങ്കിലും താൻ ഇങ്ങനെ കാണിക്കരുത്. ആ ഈഗോയും തൻ്റെ ഇടവും അഹങ്കാരവും ഒക്കെ കാണിക്കരുത്. ഏതെങ്കിലും കുട്ടികൾ പുറത്തിരുന്നാൽ അതിൻ്റെ ഹുങ്കിൽ എന്തും കാട്ടിക്കൂട്ടാമെന്ന് ചിന്തിക്കുന്നതും തെറ്റായിപ്പോയി. ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യേണ്ട ഒരു ഗതികേട് വന്നതിൽ എനിക്ക് വളരെ വളരെ ദുഃഖമുണ്ട്. ഈശ്വരൻ ഇനി ഒരിക്കലും ഇങ്ങനെയുള്ളൊരു തന്തമാരുടെ കഥകൾ കേൾക്കാൻ ഇടവരുത്തരുതെന്ന് ഞാൻ ഈശ്വരനോട് താഴ്മയായി അപേക്ഷിക്കുകയാണ്. തനിക്കൊക്കെ നല്ലത് വരാൻ വേണ്ടി ഞാൻ പറയില്ല, നല്ല ബുദ്ധി വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കില്ല. കാരണം താങ്കൾ 3 ജീവനെയാണ് തകർത്ത് കളഞ്ഞത്. അവർ മാപ്പ് തരുമായിരിക്കും, ബട്ട് സമൂഹവും ഈശ്വരശക്തിയും നിങ്ങൾക്ക് മാപ്പ് തരിയില്ല. മോശമായൊരു സാഹചര്യത്തിൽ എനിക്കിങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ ഖേദമുണ്ട്. ആ 3 മുഖങ്ങളോടും തല കുനിച്ചു നിന്ന് അവർക്ക് കിട്ടിയ ഈ പീഡനവും ഈ അവഹേളനവും അതിനെല്ലാത്തിനും മാപ്പ് ഞാൻ ചോദിക്കുന്നു. എനിക്ക് ചോദിക്കേണ്ടത്, കാരണം അതൊക്കെ എനിക്ക് കാണാൻ ഇടവന്നതുകൊണ്ട് മാത്രം. കാണാം വീണ്ടും അടുത്ത വീഡിയോയിലൂടെ.